നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ ദൈവമഹത്വത്തിനായും ലോകത്തിൻ്റെ നന്മയ്ക്കായും വിനിയോഗിക്കുമ്പോൾ അതെല്ലാം ആരാധനയാകുന്നു, പ്രാർത്ഥനയാകുന്നു. ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധം. അങ്ങനെയെങ്കിൽ നാഥനോടൊപ്പം എന്നുള്ള ഈ സംഗീത ശുശ്രൂഷ ഒരു ആരാധനയാണ്, പ്രാർത്ഥനയാണ്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന കഴിവുകളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി, മറ്റുള്ളവരുടെ ആശ്വാസത്തിനായി, നന്മയ്ക്കായി ഉപയോഗിക്കുന്ന നിമിഷം. നന്ദിയോടെ നമുക്ക് ഈ സംഗീത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണ വേളയിൽ ക്രിസ്തു പറയുന്നു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥ. ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: സമാധാനം സ്ഥാപിക്കുന്നവർ. ലോകത്ത് ഇന്ന് നടക്കുന്ന അനേകം തീരാത്ത യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ, തിരുത്താൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വലിയ ലോകം, ആ സമാധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കുറേ അധികം ആൾക്കാർ. ആരെയാണ് നമ്മൾ തോൽപ്പിക്കുക? ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുക? ഒന്ന് നോക്കിയാൽ നമുക്ക് എതിരെ തന്നെ. നാം നമ്മെ തന്നെ തോൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്തെ സംഘടനകൾ ഒഴിവാക്കാം, യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കാം. എൻ്റെ വീട്ടിൽ ഞാൻ സമാധാനം കൊടുക്കുന്നുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സമാധാനം സ്ഥാപിക്കാൻ, നിലനിർത്താൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക് ഒക്കെ സമാധാനം നൽകാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഓർക്കണം, ഞാൻ ദൈവത്തിൻ്റെ പുത്രനായി മാറുകയാണ്. അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായി അവർ മാറും. നമുക്കും സമാധാനത്തിൻ്റെ വ്യക്താക്കളാകാം. യുദ്ധം ചെയ്യുക എളുപ്പമാണ്, സമാധാനം സ്ഥാപിക്കുക അത്ര എളുപ്പമല്ല. അതിന് എന്നിൽ തന്നെ സമാധാനത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ രൂപപ്പെടുത്തണം. എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ വികാര വിചാരത്തിലുമെല്ലാം വിശുദ്ധിയും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഈ സമാധാനം എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഏറെ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം യേശുവിൻ്റെ മുൻപിലിരുന്ന് ഞാനൊന്ന് ആത്മശോധന ചെയ്യുകയാണ്. എന്നിൽ സമാധാനമുണ്ട്. ആ സമാധാനം ഈശോ തന്നിട്ടുണ്ട്. എന്നിലും നിങ്ങളിലും ഈശോയുടെ സമാധാനമുണ്ട്. അത് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവുകയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈശോ നമുക്ക് സമാധാനം നൽകിയത്. ആ സമാധാനത്തെ തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ സമാധാനത്തെ ലോകത്തിന് പങ്കുവയ്ക്കുക. അങ്ങനെ സമാധാനത്തിന് ഇടമായി ലോകം മാറട്ടെ. സമാധാനത്തിൻ്റെ ഇടമായി ഞാനും എൻ്റെ ഹൃദയവും എൻ്റെ കൊച്ചു കുടുംബവും മാറട്ടെ. ഈശോയുടെ സന്നിധാനത്തിൽ ശാന്തമായിരുന്ന് ഹൃദയം തുറന്ന് ആത്മശോധന ചെയ്യാം. ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം അവനോട് പങ്കുവയ്ക്കാം. സമാധാനത്തിൻ്റെ കുറവുകളെല്ലാം നമുക്ക് നികത്താം. അങ്ങനെ യേശുവിൻ്റെ മകനായി, മകളായി നമുക്ക് മാറാം. പ്രാർത്ഥിക്കാം.
ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോരവേദനയേകി ഞാൻ. ഏറെ നാളായി പാപം ചെയ്ത് നിനക്കു മുൾമുടി മെനഞ്ഞു ഞാൻ. ക്രൂശിത ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ. മനസ്സു ഞാനങ്ങിൽ അർപ്പിച്ചിടാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തു പോയി. നീതിമാനായി ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നു പോയി. യേശുവേ കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേ എന്നും എൻ ജീവനിൽ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ
കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗ ദുരിതങ്ങളെല്ലാം നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും നീതിക്കു വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ഈ ലോകത്തിൻ്റെ ഒഴുക്കിനെതിരെ സഞ്ചരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈശോ നൽകുക. നമ്മുടെ നല്ല ജീവിത രീതി അനുസരിച്ച് നാം ജീവിക്കുന്ന സമൂഹത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വളരണം. നന്മ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലൂടെ ഈ സമൂഹത്തെ, ഈ ലോകത്തെ വെല്ലുവിളിക്കാൻ കഴിയണം. ഈ ലോകത്തിലെ ഓരോരുത്തർക്കും നന്മ നിറഞ്ഞ എൻ്റെ ജീവിതം ഒരു ശല്യമായി മാറണം. ഇത് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. നന്മയും സ്നേഹവും എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിറയ്ക്കുമ്പോൾ, നീതിയും ധർമ്മവും എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിറയുമ്പോൾ, ധർമ്മമില്ലാത്ത, നീതിയില്ലാത്ത ലോകത്തിന് അതൊരു ശല്യമായി മാറും. സാവകാശം ആ നീതിയിലേക്ക്, ധർമ്മത്തിലേക്ക് ലോകം വളരും. സുവിശേഷം ജീവിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അതത്ര എളുപ്പമല്ല. ഈ ലോകത്തിൻ്റെ ധനത്തോടുള്ള ആർത്തിയും ലൗകിക സുഖ മോഹങ്ങളുമെല്ലാം സുവിശേഷത്തിൽ നിന്ന് എന്നെ ഒരുപാട് അകറ്റിക്കളയും. നീതിക്ക് വേണ്ടി പീഡനം ഏറ്റെടുക്കുന്നവർ ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. അന്യായമായി ചിലരിൽ നിന്നും ഞാൻ സമ്പത്ത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ, അവരെൻ്റെ 1 സെന്റ് സ്ഥലം അവനറിയാതെ ഞാൻ കവർന്നെടുക്കുമ്പോൾ, അതിർവരമ്പുകൾ മാറ്റി നിശ്ചയിക്കുമ്പോൾ, എവിടെയൊക്കെയോ അവരെൻ്റെ നീതിയെ ഞാൻ ഇല്ലാതാക്കുകയാണ്. അതിലൂടെ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന വലുതാണ്. ഒരു നാളിൽ ആ വേദനയിലേക്ക് ഞാനും വളരും എന്ന് നമ്മൾ തിരിച്ചറിയണം. ആർക്കൊക്കെ ഞാൻ നീതി നിഷേധിക്കുന്നുവോ അവർ ആ സമയത്ത് അനുഭവിക്കുന്ന വേദനയിലൂടെ ഞാനും കടന്നു പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു നിമിഷം, അങ്ങനൊരു അവസരം നമുക്കുണ്ടാക്കാതിരിക്കാം. നീതിക്ക് വേണ്ടി പീഡനം ഏറ്റെടുക്കുന്നവരോടുകൂടെ നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. ആരോരുമില്ലാത്തവരൊക്കെ ഉണ്ട് ഈ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ.
അവരുടെയൊക്കെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ ചില ഉദ്യോഗസ്ഥരെ ഒന്ന് കാണാൻ പോവുക, ഈ വ്യക്തി ഇങ്ങനെയുള്ളയാളാ, ഒത്തിരി നാളായി സഹിക്കുന്നു എന്നൊക്കെ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു നിലപാടെടുക്കാൻ കഴിയുമ്പോഴാണ് സ്വർഗരാജ്യം നമ്മുടേതാകുന്നത്. എനിക്കും അവർക്കും ഒരു സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ, എത്ര നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ആ സമയം ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമുക്ക് ഒന്നുകൂടി തീക്ഷ്ണതയോടെ ജീവിക്കാൻ പരിശ്രമിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. എന്നും എല്ലാവർക്കും ശാന്തി കൊടുത്ത് ജീവിക്കാൻ, ആർക്കും ഒരിക്കലും ഭാരമാകാതിരിക്കാൻ, എന്നും വഴി നടത്തുന്നവൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. അടുത്ത ഗാനം ആലപിക്കുമ്പോൾ ഈ ചിന്തകളായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. നീതിപൂർവം ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ഭാരം ദുഃഖമേറിയപ്പോൾ മനം നൊന്തു കലങ്ങിയപ്പോൾ, ഭാരം ദുഃഖം ഏറിയപ്പോൾ മനം നൊന്തു കലങ്ങിയപ്പോൾ, ചാരേ അണച്ചു ആശ്വാസം നൽകി, ചാരേ അണച്ചു ആശ്വാസം നൽകി. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ?
ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ധൈര്യം നൽകി വചനം നൽകി, ധൈര്യം നൽകി വചനം നൽകി, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നന്ദിയേകിടാതിരുന്നിടുമോ? സംരക്ഷണത്തിൻ്റെ കോട്ടയാണ് എന്നും എനിക്കെൻ്റെ ദൈവം. ഒരു ചെറിയ അപകടമോ ആപത്തോ വരുത്താതെ എന്നെ എന്നും കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ദൈവം. എന്തുമാത്രം സാധ്യതകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് അവൻ തന്നിരിക്കുന്നത്. മാർപ്പാപ്പായുടെ, മെത്രാന്മാരുടെ, പുരോഹിതരുടെ, കൂദാശകളുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ ഒക്കെ സാന്നിധ്യവും നന്മകളും സഹായവും. പ്രിയപ്പെട്ടവരെ, വഴി നടത്തുന്ന തമ്പുരാനോട് എന്നും നമുക്ക് നന്ദിയുള്ളവരാകാം. അവൻ കാണിച്ചു തരുന്ന വഴിയെ മാത്രം പോകാൻ എന്നും നമുക്ക് തയ്യാറാവാം. ഞാനും നിങ്ങളും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ലോകത്തിൻ്റെ ചില വഴികൾ രൂപപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ പോയാലാണ് വിജയമെന്ന് ലോകം നമ്മളോട് പറഞ്ഞു തരും. ഒന്നുകൂടി ശാന്തമായിരുന്നാൽ നമുക്ക് മനസ്സിലാവും, ദൈവം കാണിച്ചു തരുന്ന വഴിയല്ല അത്. അവൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. അവൻ്റെ പാത ഇടുങ്ങിയതാണ്. അതിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ കുറച്ചു പേർ മാത്രമാണ്. ആ ചെറിയ അജഗണത്തിൽ പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. അതുകൊണ്ട് ഈശോ പറയുക, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ജനക്കൂട്ടമുണ്ട് ക്രിസ്തുവിൻ്റെ പുറകെ ഒരുപാട് നാളുകൾ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഈ തലമുറ ദുഷിച്ചത് ഇത് അടയാളം അന്വേഷിക്കുന്നു. ചെറിയ അജഗണത്തിൻ്റെ കൂടെ ക്രിസ്തുവുണ്ട്. നമുക്ക് ആ ചെറിയ അജഗണത്തിൽ ഒരാളായി മാറാം. ക്രിസ്തു സാന്നിധ്യത്തിൽ എന്നും ജീവിക്കാം. അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും അപ്പുറം അടയാളവും അത്ഭുതവും തരുന്നവനെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തോട് നന്ദി പറഞ്ഞ് എന്നും നമുക്ക് ജീവിക്കാം. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ?